ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മിക്സഡ് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 4ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ 3 പാർട്ടുകൾ നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് LPUP മാരത്തോൺ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്തുണ്ട്. അവിടെ പോയിട്ട് അത് ചെയ്ത് നോക്കുക. നമ്മുടെ സിലബസിൽ പറയുന്ന ആ ഒരു ടോപ്പിക്കുകളുടെ മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തുകൊണ്ടാണ് നമ്മളിവിടെ മിക്സഡ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ വരുന്ന ഫെബ്രുവരി 5-ാം തീയതി LPUPക്ക് വേണ്ടിയിട്ടുള്ള പുതിയൊരു 10ാമത് ക്രാഷ് കോഴ്സ് ക്രാഷ് ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനും ഒരു ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. ഫെബ്രുവരി 5 തിങ്കളാഴ്ചയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയ 10ാമത്തെ ക്രാഷ് ബാച്ചിൽ 10ാമത്തെ ബാച്ച് ആരംഭിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ തന്നെ ഈ കാണുന്ന ഈ മോക്ക് ടെസ്റ്റിൻ്റെ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ 10 ചോദ്യങ്ങളാണ് മിക്സറിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടാവും, നോർമലായിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. എല്ലാം കൂടെ മിക്സായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ടോപ്പിക്കുകളും മിക്സഡായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പഠന നിലവാരം ഇത് നോക്കിയിട്ട് വിലയിരുത്തുക. ഓക്കെ, അപ്പോൾ ബുക്ക് എടുക്കുക, 1 മുതൽ 10 വരെ എഴുതിക്കോളൂ. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വായിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലം ഏതാണ്? പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലം ഏതാണ്? ന്യൂക്ലിയർ ബലം, ഗുരുത്വാകർഷണ ബലം, വൈദ്യുത കാന്തിക ബലം, ഘർഷണ ബലം. ഏത് ബലമാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഓപ്ഷൻ എഴുതുക. ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക, എഴുതുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്തായാലും അടുത്തതിലേക്ക് പോകാം. അടുത്തത്, താഴെ കൊടുത്ത സന്ദർഭങ്ങളിൽ അന്തരീക്ഷ മർദ്ദം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചോളൂ. താഴെ കൊടുത്ത സന്ദർഭങ്ങളിൽ അന്തരീക്ഷ മർദ്ദം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം? 4 തരത്തിലുള്ള സന്ദർഭങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. 1 സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കുന്നു, 2 കാന്തം ആണിയെ ആകർഷിക്കുന്നു, 3 ഫില്ലർ ഉപയോഗിച്ച് മഷി നിറയ്ക്കുന്നു, 4 സിൽക്കിൽ ഉരസിയ ഗ്ലാസ് റോഡ് പേപ്പർ കഷ്ണങ്ങളെ ആകർഷിക്കുന്നു എന്നുള്ള 4 എണ്ണം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലെ 1 ആണോ 3 ആണോ 1 3 ആണോ 1 2 3 ആണോ ഏതാണ് ശരി? എത്ര എണ്ണമാണ് ഇതിനകത്ത് ഈ പറയുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം കറക്റ്റായിട്ട് വരുന്നത് എന്നുള്ള സന്ദർഭങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകളെ നോക്കുക. 4 പ്രസ്താവനകളാണ് അവിടെ തന്നിട്ടുള്ളത്. സമയം കൂടുതൽ വേണ്ടവർ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. നമ്മളെന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3ാമത്തെ ചോദ്യം, സോളാർ ദിനം എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നുള്ളതാണ്. 4 ഓപ്ഷൻ ഉണ്ട്. 1 രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം. അടുത്തത് ഒരു വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം രാവിലെ വരെയുള്ള സമയം. അടുത്തത് ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയം. പിന്നെയോ രാവിലെ മുതൽ തൊട്ടടുത്ത ദിവസം രാവിലെ വരെയുള്ള സമയം. അപ്പോൾ ഇതിലേതാണ് ഈ പറയുന്ന ഒരു സോളാർ ദിനം എന്നറിയപ്പെടുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം, എഴുതുക. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. 4 സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നു, അതുപോലെ തന്നെ ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, അടുത്തത് ഊഞ്ഞാലിൻ്റെ ചലനം, വാഹനത്തിൻ്റെ വൈപ്പറിൻ്റെ ചലനം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ? ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമല്ലേ. അപ്പോൾ നിങ്ങൾ വീഡിയോ സമയം വേണ്ടവരൊന്ന് വീഡിയോ പോസ് ചെയ്തോളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5, 1-ാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ത് എന്നുള്ളതാണ്. 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. 1 ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, ഓപ്ഷൻ A. ഓപ്ഷൻ B, നികുതി പിരിവിനെ സഹായിക്കാൻ കമ്പോളങ്ങളിൽ പട്ടാളക്കാരെ നിയോഗിച്ചു. ഓപ്ഷൻ C, കുറുമ്പനാട് രാജാവിന് കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകി. ഓപ്ഷൻ D, ടിപ്പു സുൽത്താൻ്റെ പതനം. അപ്പോൾ ഇതിലേതാണ് കൃത്യമായിട്ടുള്ള കാരണം എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ഓപ്ഷനായിട്ട് എഴുതുക. 5 ചോദ്യങ്ങളായി. 6ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 6ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഥവാ INC ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 1 നോക്കുക, മൗലികാവകാശ പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന 1929 സമ്മേളനത്തെ
അതുപോലെ തന്നെ രണ്ടാമത് കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ് എന്ന് പ്രഖ്യാപിച്ചു എന്ന് പറയുന്നുണ്ട്. അടുത്തത് 1930 ജനുവരി 26 സ്വതന്ത്ര ദിനമായി പ്രഖ്യാപിച്ചു ഈ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട്. പിന്നീട് 4 നിയമലംഘന പ്രസ്ഥാനം തുടങ്ങുവാൻ തീരുമാനിച്ചു എന്നും പറയുന്നുണ്ട് ഈ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിലെ 4 പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരിയായ പ്രസ്താവന എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആ പറയുന്ന പ്രസ്താവനകൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യമാണ്, തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി മാത്രം ഉത്തരം എഴുതുക. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തോളൂ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എഴുതാത്തവർ വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കി എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ്. GPS, IRNSS, GLONASS, അതുപോലെ തന്നെ QZSS ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇതൊക്കെ. അടുത്തത് 8ാമത്തെ, സിദ്ധു കാനു അല്ലേ, കാൻഹു എന്നും പറയും, കാനു എന്നും നമ്മൾ പറയാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ സിദ്ധു അതുപോലെ തന്നെ കാൻഹു എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആ പ്രൊണൗൺസിയേഷനിൽ നമ്മൾ മലയാളത്തിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ അതിന് വലുതായിട്ട് കാണണ്ട, കാനു എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞാലും മതി. സിദ്ധുവും കാനുവും അങ്ങനെ ആയിരിക്കും കൂടുതൽ പേര് നോക്കിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ കാൻഹു, സിദ്ധു, കാനു അല്ലേ എന്നിവർ നേതൃത്വം നൽകിയ കലാപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ്. ഫറാസി കലാപം, കൂഖ കലാപം, ഫൈഗ കലാപം, സാന്താൽ കലാപം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് 8ാമത്തേത്. അടുത്തത് 9, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് നവോത്ഥാന നായകൻ്റെ ആദ്യകാല നാമമാണ് നടുവത്തമ്മൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഇതൊക്കെ മാർക്ക് തെറ്റിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങൾ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളത്. ഓക്കെ, കുറുമ്പൻ ദൈവത്താൻ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ, അയ്യത്താൻ ഗോപാലൻ, ആനന്ദ് തീർത്തൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ, ഇതിനൊക്കെ സമയം വേണോ? വേണ്ട അല്ലേ. 10ാമത്തെ ചോദ്യം, മനുഷ്യനെ വിൽപ്പനച്ചരക്കാക്കുവാനും അടിമയാക്കുന്നതിനും നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുന്നതും നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് എന്നുള്ളതാണ്. ഓക്കെ, പറഞ്ഞാൽ നമുക്ക് ആർട്ടിക്കിളുകളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒരു മേഖലയിൽ നിന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ വായിക്കാം. മനുഷ്യനെ വിൽപ്പനച്ചരക്കാക്കുവാനും അടിമയാക്കുന്നതിനും നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുന്നതും നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് എന്നുള്ളതാണ്. അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ 21A ആണോ, അനുച്ഛേദം 23 ആണോ, അനുച്ഛേദം 24 ആണോ, അനുച്ഛേദം 21 ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി എഴുതുക. സമയം വേണ്ടവർ പോസ് ചെയ്തോളൂ. നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസറിലേക്ക് കടക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് കടക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു നമ്മുടെ 1ാമത്തെ ക്വസ്റ്റ്യൻ. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലം. ഓക്കെ, ഏതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലം? ന്യൂക്ലിയർ ബലം, ഗുരുത്വാകർഷണ ബലം, വൈദ്യുത കാന്തിക ബലം, ഘർഷണ ബലം എന്നൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം ഏറ്റവും ശക്തി കൂടിയ ബലം എന്ന് പറഞ്ഞാൽ അത് ഓപ്ഷൻ എ ന്യൂക്ലിയർ ബലമാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി ഉത്തരം. ശരിയായിട്ടുള്ള ഒരു ടിക്കറ്റുള്ളൂ. ഓപ്ഷൻ എ ന്യൂക്ലിയർ ബലം പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലം. അടുത്തത്, താഴെ കൊടുത്ത സന്ദർഭങ്ങളിൽ അന്തരീക്ഷ മർദ്ദം, കണ്ടോ, അന്തരീക്ഷ മർദ്ദം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. മർദ്ദവുമായി ബന്ധപ്പെട്ട അല്ലെ, പ്രഷർ അല്ലേ. നോക്കുക, സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കുന്നു. നമ്മൾ സ്ട്രോ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പ്രഷറിൽ വലിച്ചെടുക്കുന്ന സമയത്ത് ആ പ്രഷറില്ലാത്ത ഭാഗത്തേക്ക് ആ ജ്യൂസ് കയറി വരുന്നു അല്ലേ, അറിയാലോ. അപ്പോൾ പ്രഷറുമായി ബന്ധപ്പെട്ട തന്നെയല്ലേ, അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കുക എന്ന് പറയുന്ന ഒരു പ്രസ്താവന. അടുത്തത്, കാന്തം ആണിയെ ആകർഷിക്കുന്നു അല്ലേ. കാന്തം ആണിയെ ആകർഷിക്കുന്നത് പ്രഷറുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രസ്താവന നമുക്ക് ഇവിടെ തെറ്റാണെന്നേ പറയാൻ പറ്റുള്ളൂ. ആ ഒരു പ്രസ്താവന തെറ്റാണ്. നോക്കൂ, ഫില്ലർ ഉപയോഗിച്ച് മഷി നിറയ്ക്കുന്നു അല്ലേ. നമ്മൾ സാധാരണ ഫില്ലർ ഉപയോഗിച്ചിട്ട് ആ ഒരു ഇതിലേക്ക് മഷി നിറയ്ക്കുന്ന, അങ്ങനെ പ്രസ് ചെയ്തിട്ട് ആ ഫില്ലറിലേക്ക് മഷി കയറ്റിയാണ്. പ്രഷറുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അല്ലേ. അപ്പോൾ അത് ശരിയാണ്. അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിൽക്കിൽ ഉരസിയ ഗ്ലാസ് റോഡ് പേപ്പർ കഷ്ണങ്ങളെ ഇങ്ങനെ പേപ്പർ കഷ്ണങ്ങൾ ഇങ്ങനെ ആകർഷിക്കുന്നതല്ലേ, അതെന്താണ് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതും ഇവിടെ എന്താണ്, തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ 1ാമത്തെ അല്ലേ, നമുക്ക് ശരിയായിട്ടുള്ള സന്ദർഭങ്ങളാണ്, പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ 1 സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കുന്നു, അതും ശരിയാണ്. 3 ഫില്ലർ ഉപയോഗിച്ച് മഷി നിറയ്ക്കുന്നു അല്ലേ. അപ്പോൾ 1ഉം 3ഉം ശരി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. നമ്മൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ 1 മാത്രം ശരിയെന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കുന്ന കാര്യം കാണുന്നവർ
അത് മാത്രം ശ്രദ്ധിക്കും, ചിലപ്പോൾ ഒന്നിലേക്ക് കുത്തും. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ പറയുന്ന പ്രസ്താവനകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ അടയാളപ്പെടുത്തി അതിനുശേഷം മാത്രം നിങ്ങൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ 1ഉം 3ഉം ശരിയെന്ന് പറയുന്നത് കാണാം. ഇവിടെ നിങ്ങൾക്ക് 1 മാത്രം കാണാം, അടുത്തത് ബി 3 മാത്രം കാണാം അല്ലേ. അത് കഴിഞ്ഞ് സിയിലേക്ക് വരുമ്പോഴാണ് 1ഉം 3ഉം എന്നിവ ശരിയെന്ന് പറയുന്ന ഓപ്ഷൻ സി നമുക്കിവിടെ ശരിയാക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ സി 1, 3 എന്നിവയാണ് ശരി. ഓക്കെ അല്ലേ, 1ഉം 3ഉം. അടുത്ത നോക്കൂ, മൂന്നാമത്തേത് സോളാർ ദിനം എന്നറിയപ്പെടുന്നത് ഏതാണ്? സോളാർ ദിനം എന്നറിയപ്പെടുന്നത് ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരം. സോളാർ ദിനം ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയം. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് എന്നുള്ളതാണ്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് എത്ര പേര്, അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. എത്ര പേര് ഓപ്ഷൻ എ എഴുതി എന്നുള്ളവർ, ഓപ്ഷൻ എ എഴുതിയവർ സാർ ഞാൻ ഓപ്ഷൻ എഴുതിപ്പോയി എന്ന് സത്യസന്ധമായിട്ട് നിങ്ങൾ പറയണം അല്ലേ. ഒന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ എഴുതിപ്പോയെങ്കിൽ സാർ ഞാൻ എഴുതിപ്പോയി എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. കാരണം എന്താ അറിയോ, ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഞാനിത് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഞാൻ പെട്ടെന്ന് വായിച്ചു പോയിട്ടുണ്ടാവും. കാരണം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലാത്തത് നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദോലന ചലനത്തിന് ഉദാഹരണം എന്ന് മാത്രം വായിക്കും അല്ലേ. നമ്മൾ ആണോ അല്ലയോ എന്നൊന്നും നോക്കില്ല. ദോലനം എന്ന് കണ്ടു, നോക്കുക, കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നു അല്ലേ. വൃത്തം വരയ്ക്കുമ്പോൾ അതെന്താണ്, ഒരു വർത്തുള ചലനമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഓപ്ഷൻ അല്ലാന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ നോക്കുക, ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം അല്ലേ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ദോലനമാണ്, ഇങ്ങനെ 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 ആടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ദോലനമാണ് അല്ലേ. ഇപ്പോൾ ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം ദോലനമാണ്. അതുപോലെ തന്നെ ഇത് ശരിയാണ്, ഊഞ്ഞാലിൻ്റെ ചലനം ദോലനമാണ് അല്ലേ. വാഹനത്തിൻ്റെ വൈപ്പർ ഇങ്ങനെയല്ലേ ആടിക്കൊണ്ടിരിക്കുന്നത്, അതും ദോലനമാണ്. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ ദോലനം ഇവിടെ കണ്ടു 2, 3, 4 അല്ലേ. ഇത് 4 ദോലനമാണ്. 2, 3, 4 ഓപ്ഷൻ എയിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ശരിയെന്ന് പറയുന്നത് ഓപ്ഷൻ എ കുത്തിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. കാരണം ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ, അതിനാണ് ക്വസ്റ്റ്യൻ വായിക്കാൻ പറയുന്നത്. അല്ലാത്തത്, ദോലനമല്ലാത്തത് എന്ന് പറയുന്നത് ഒന്നാമത്തെ കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നത് അല്ലേ, വർത്തുള്ള ചലനമാണത്, അത് ദോലനമല്ല. അപ്പോൾ 1 ഇവിടെ എന്തെന്ന് പറയുന്നത് അല്ലാത്തത്, ബാക്കി 3 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 1 മാത്രമാണ്. ചോദ്യത്തിൽ പറയുന്ന പോലെ ദോലനത്തിന് ഉദാഹരണം അല്ലാത്തത് ഈ ഒരെണ്ണം മാത്രമാണ്. അപ്പോൾ 1 മാത്രം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി എഴുതിയവർ എന്ത് ചെയ്യുക, സാർ ഞാൻ ഡി എഴുതി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. അതല്ല നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സാർ എ എഴുതി പോയി എന്നുള്ളവരും എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ എത്രത്തോളം നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാമല്ലോ പരസ്പരം അല്ലേ. നോക്കുക, 1ാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ത് എന്നുള്ളതാണ്. എന്തായിരുന്നു, ബ്രിട്ടീഷുകാരുടെ തെറ്റായി നീങ്ങുന്നത് തന്നെയാണ് അല്ലെ. ഓപ്ഷൻ എ തന്നെയാണ് അവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ 1929 INC ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. നോക്കൂ, ഇവിടെ ശരിയായ പ്രസ്താവനയാണ് പറഞ്ഞിട്ടുള്ളത്. മൗലികാവകാശ പ്രമേയം പാസ്സാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നുണ്ട്. അതൊരു ശരിയായ പ്രസ്താവനയാണോ? അല്ല, നമുക്കറിയാം, വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അടുത്ത് കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്. നോക്കുക, പൂർണ്ണ സ്വരാജ് 1929 നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, അത് ഇനി 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി പ്രഖ്യാപിക്കാനൊക്കെ തീരുമാനിച്ചത് ഈ പറയുന്ന 1929 സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ഡേറ്റ് തരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ, ജനുവരി 26. കാരണം ഇപ്പോഴും എല്ലാ വർഷവും അവസാനം അല്ലെ ഡിസംബറിലൊക്കെയാണ് മീറ്റിംഗ് നടക്കുന്നത്. ഇപ്പോൾ ഈ 1929 എന്ന് പറയുന്നത് ഡിസംബറിലായിരിക്കും നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ജനുവരി 26 എന്ന് പറയുമ്പോൾ ഡിസംബറിലെ മീറ്റിങ്ങിന് അധിഷ്ഠിതമായിരിക്കും. ഇനി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങുവാൻ തീരുമാനിക്കുന്നത് 30 വരുന്നത് ഇതിൻ്റെ അല്ലേ. പക്ഷേ തീരുമാനം എടുക്കുന്നത് 29 സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതും ശരിയാണ്. നോക്കുക, ഇപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവനയാണ് പറഞ്ഞിട്ടുള്ളത്. 2, 3, 4 എന്നിവ ശരിയാണ്. നമ്മുടെ ഓപ്ഷനിൽ 2, 3, 4 എന്നിവ ശരിയായിട്ടുള്ള ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2, 3, 4 ശരി എന്നുള്ളത്. അപ്പോൾ 6ാമത്തെ ചോദ്യത്തിന് ഉത്തരം ബി ആണ് വരുന്നത്. അടുത്തത് 7, ഇന്ത്യ സ്വതന്ത്രമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതിനിർണ്ണയ സംവിധാനം ചൂടി പറയുന്നതിൽ ഏതാണ്? IRNSS അല്ലേ, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നുള്ളതാണ് ഈ IRNSSൻ്റെ ഫുൾ ഫോം. അതാണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇതിപ്പോൾ ഒരുപാട് പരീക്ഷകളൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം, എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമല്ലേ അല്ലേ. നോക്കൂ, സിദ്ധു, കാനു എന്നിവർ നേതൃത്വം നൽകിയ കലാപം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? സിദ്ധുവും കാനും എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്താൽ കലാപം ഓർമ്മ വരണം അല്ലേ. സന്താൽ കലാപമൊക്കെ പഠിച്ചതല്ലേ നമ്മൾ. 8ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സന്താൽ കലാപം. അടുത്ത ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു നവോത്ഥാന നായകൻ്റെ ആദ്യകാല നാമമാണ്? നടുവത്തം എന്ന് പറയുന്നത് ആരാണ്? അത് കുറുമ്പൻ ദൈവത്താൻ. നടുവത്തം എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറുമ്പൻ ദൈവത്താൻ ഓർമ്മ വരണ്ടേ. അപ്പോൾ അതാണ് അവസാന ചോദ്യം. 10, മനുഷ്യനെ വിൽപ്പന ചരക്കാക്കുവാനും അടിമയാക്കുന്നതിനും നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുന്നതും നിരോധിക്കുന്ന ഭരണഘടന അല്ലെ. അടിമത്തം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു ഭരണഘടന പഠിച്ചിട്ടുണ്ട്, ആർട്ടിക്കിൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഏതായിരുന്നു അത്? അനുച്ഛേദം 23, ബാലവേല അനുച്ഛേദം 24, ഇതൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ അല്ലേ. അപ്പോൾ അനുച്ഛേദം 23
73 ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ 10 ചോദ്യങ്ങളാണ് ഇട്ടത്. ഈ 10 ചോദ്യത്തിൽ എത്ര എണ്ണം നിങ്ങൾ ശരിയാക്കി? വളരെ സിമ്പിളായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്, ഒരുപാട്. എല്ലാം 10ൽ 10 എന്തായാലും മിക്കവാറും കിട്ടുന്ന ഒരു ചോദ്യം തന്നെയാണ് നമ്മൾ ഇത്തവണ മിക്സറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ ഏതെങ്കിലുമൊക്കെ ഒരു പരീക്ഷയിൽ 10ൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഓക്കെ, ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം നമ്മൾക്ക് എന്തൊക്കെയോ അറിഞ്ഞു തുടങ്ങി എന്നുള്ള ഒരു ഇത് വരും. കാരണം സിമ്പിളാണെങ്കിൽ പോലും പിന്നീട് ടഫിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ എത്തണം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ആയി വരും. ഓക്കെ, അപ്പോൾ ടെൻഷൻ അടിക്കണ്ട. നമുക്ക് ഒരു മാസത്തെ സമയം കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നിങ്ങൾ എത്താത്ത മേഖലയിലേക്കൊന്ന് എത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മാർക്ക് ഇങ്ങനെ കൂടി വരുന്നത് കാണുമ്പോൾ നമുക്കും ക്ലാസ് ചെയ്യുന്നവർക്കും എന്താണ് ഒരു സന്തോഷമാണ് അല്ലേ. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി നിങ്ങൾ എങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മളും ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും തുടർന്ന് ഇത്തരത്തിലുള്ള മിക്സറായിട്ടും അല്ലാതെയും ടോപ്പിക് വൈസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇത്തരത്തിൽ റിവിഷൻ ചെയ്യാം. ക്ലാസ്സിനെക്കാട്ടിലും കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകൾ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 10 മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫെബ്രുവരി 5-ാം തീയതി തിങ്കളാഴ്ച ആരംഭിക്കുന്ന LP-UPയുടെ 10ാമത് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, ആദ്യം മുതൽ പഠിച്ചു തുടങ്ങാൻ താല്പര്യമുള്ളവർ, ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക, ക്രാഷ് ബാച്ചാണ്. എല്ലാ ദിവസവും എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. എന്ന് വെച്ചിട്ട് ഒരുപാടൊന്നും അങ്ങനെ ഓവറല്ല. അതുപോലെ തന്നെ ഒരു ദിവസം 3 മണിക്കൂറിൻ്റെ ലൈവ് ക്ലാസ്സുകളുണ്ടാവും. മോഡൽ പരീക്ഷകൾ, മോക്ക് ടെസ്റ്റുകൾ, എല്ലാ ആഴ്ചയിലും 100 മാർക്കിൻ്റെ ഇത്തരത്തിലുള്ള പരീക്ഷകൾ, സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരീക്ഷകൾ, കൃത്യമായിട്ടുള്ള സിലബസ് അടിസ്ഥാനത്തിലുള്ള പരീക്ഷകൾ നടത്തുന്നുണ്ട്, റിവിഷൻ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് എന്ത് ചെയ്യുക, ചുവടെ കാണുന്ന 9747886626 എന്ന് പറയുന്ന പേജ് 3 അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിക്കുക. നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്